ഭാസ്കർ അങ്ങനൊന്നുമില്ല. എല്ലാ മാധ്യമ സൃഷ്ടി, പാർട്ടിയെ വേട്ടയാടൽ, വലതുപക്ഷ ഗൂഢാലോചന, എന്തു പരാതി, എവിടെ പരാതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പി മോഹനൻ മാസ്റ്റർ ദാ ഇപ്പൊ പുറത്താക്കേണ്ടി വന്നു. പുറത്താക്കുമ്പോൾ എന്താണ് കാരണം, എന്താണ് ആ കാരണം എന്ന് പറയാൻ മടി എന്താണ്? എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഈ ചർച്ചയിലേക്ക് ഒരാളെ വിട്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളെ കോട്ടൂളിയെ പുറത്താക്കിയ കാരണങ്ങൾ 1, 2, 3, 4 ഇന്ന കാരണം കൊണ്ട് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നില്ല ശ്രീ ഹസ്കർ? ഹഷ്മി, കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു വലിയ അപകടകരമായ പോക്കിലേക്കാണ് എനിക്ക് ആദ്യമായി ഒരു പരിഭവമുള്ളത്. നിങ്ങൾ CPM-ലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഏതെങ്കിലും ഒരു പിശക് ചെയ്തു എന്ന് കണ്ടാൽ നിങ്ങൾ മാധ്യമ മണിക്കൂറുകൾ ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ട് പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് സമയം മെനക്കെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മറിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ഏതെങ്കിലും ഒരു BJP-ക്കാരനോ ഇത്തരത്തിൽ ഒരു നിങ്ങൾ കാണുന്ന സമയം വിമർശിക്കുന്ന സമയം പി മോഹനന്റെ ഇന്നലത്തെ ക്യാപ്സ്യൂളായിരുന്നു അത്. വലതുപക്ഷ മാധ്യമ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ വലതുപക്ഷ മാധ്യമ ഗൂഢാലോചന വാർത്ത പ്രകാരം ദാ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ, ടൗൺ ഏരിയ പോലെ പാർട്ടിയുടെ ശക്തമായ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് പറയില്ല, മിണ്ടില്ല. എന്നിട്ട് ഒറ്റ വാക്കുകൾ ഒന്നും പറയാതെ ഒറ്റ പോക്കാണ്. സാർ, ഇത് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇത് തുറന്നു പറഞ്ഞ എന്താ പ്രശ്നം? ഈ പറയുന്ന കോട്ടുവിളിയെ പുറത്താക്കാനുള്ള കാരണം PSCയുടെ പേരിൽ കോഴ വാങ്ങി ഇയാൾ ജോലി നൽകാമെന്ന് പറഞ്ഞ് പാർട്ടി നേതാക്കളുടെ പേര് ദുരുപയോഗിച്ച് കോഴ വാങ്ങി ഇയാൾ, ആ കോഴക്കാരൻ ഇനി പാർട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞ എന്താണ് സാർ കുഴപ്പം? അങ്ങനല്ല ഹഷ്മി, ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്ത ഒരു സഖാവിനെ പാർട്ടി ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. ആ പുറത്താക്കലിനെ സംബന്ധിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് അതിൻ്റെ വിശദീകരണവും കാര്യകാരണങ്ങളും പാർട്ടി മാധ്യമങ്ങളോട് പറയുന്നില്ല എന്നുള്ളത് അതൊരു വലിയ അപകടകരമായ സാഹചര്യം എന്നല്ല. അത് പുറത്താക്കപ്പെടേണ്ടവർ ഇങ്ങനെ പുറത്താക്കപ്പെടും. ഞാൻ ഈ ചർച്ചയുടെ തുടക്കങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു, പ്രമോദ് കോട്ടലിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് കൃത്യമായി പാർട്ടിക്ക് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്, സംഘടനാ സംവിധാനങ്ങളുണ്ട്. ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഒരു വ്യക്തിയെ പുറത്താക്കിയിരിക്കുന്നു. പ്രവൃത്തിയായിക്കൊള്ളട്ടെ, എന്തിനാണ് ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയെന്ന് അങ്ങേക്ക് അറിയുമോ? എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഇപ്പോൾ പ്രമോദ് കോട്ടൂളി സാധാരണ ഒരു ബ്രാഞ്ച് കമ്മിറ്റി സഖാവല്ല, CITU-വിന്റെ ജില്ലാ സെക്രട്ടറി പദവിയിലിരുന്ന, എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പോലെ ഒരു ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ഒരു നേതാവാണ്, ടൗണിൽ പ്രവർത്തിച്ച നേതാവാണ്. അദ്ദേഹത്തെ CPM-ന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കളയാൻ എന്താണ് അദ്ദേഹം ചെയ്ത ഗ്രേവ് മിസ്റ്റേക്ക് എന്ന് അങ്ങേക്ക് അറിവുണ്ടോ? അതാരും അറിയേണ്ടതില്ലാത്ത ഒരു സംഗതിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഹസ്കർ? അങ്ങനെയല്ല, പാർട്ടി അത് വിശദീകരിക്കേണ്ട ബാധ്യത പാർട്ടിക്കുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി ഇന്നു നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു പ്രധാന ഘടകവും അത് തന്നെയാണ്. ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലോ പട്ടണപ്രദേശങ്ങളിലോ ഒരു തൊഴിലും എടുക്കാതെ സമ്പന്നരായ നിരവധി CPM നേതാക്കന്മാരുണ്ട്. അവരെ കണ്ടെത്തുന്നതിനുള്ള ഉത്തരവാദിത്വം പാർട്ടി, കാര്യം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ജനങ്ങളാണ് അടുത്തറിയുന്നത്. ജനങ്ങൾ അവരുടെ വളർച്ചയും തളർച്ചയും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണ പാർട്ടി സഖാക്കൾ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളെ അങ്ങനെ കണ്ടിട്ടും പാർട്ടി തിരുത്തുന്നില്ല എന്നിടത്താണ് കേരളത്തിലെ പാർട്ടിയുടെ ഗതികേടിന്റെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പാർട്ടി തിരുത്തുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇപ്പോഴും അത് ജനത്തോട് സാർ, ഇതിന്റെ ജൈവിക ബന്ധം ഈ പാർട്ടിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാതലില്ലാതാവുന്നു, ഇതിന്റെ വേരുകൾ ദ്രവിക്കുന്നു. ഇതിപ്പോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയ കാലത്തുണ്ടാകുന്നത് പോലെ ജനം ശിക്ഷിച്ചു എന്ന വിലയിരുത്തലല്ല. പാർട്ടി വിലയിരുത്തുന്നത് നാട്ടിലെ ജനങ്ങളുമായി എന്താണ്, വെള്ളത്തിൽ ഏത് രീതിയിൽ മത്സ്യം ഇടപെടുന്നു അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഇഴകി ജീവിച്ച CPM പ്രവർത്തകരുമായി നേതൃത്വവുമായി ജൈവിക ബന്ധം നഷ്ടമാകുന്നു, അതിൻ്റെ വേര് കടയോടെ ഇല്ലാതാവുന്നു എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയ സമയമാണ്. അപ്പോൾ തിരുത്തലെങ്കിൽ തിരുത്തൽ എന്തിനാണ് എന്ന് പറയണ്ടേ? അപ്പോൾ തിരുത്തലിന് തുടക്കം എന്നുള്ള രീതിയിൽ ഈ കോഴ വാങ്ങി ഈ കോഴക്കാരനെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ശ്രീ ഹസ്കർ, പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ സഖാവിനെയും ഒരു 71 വയസ്സ് കഴിഞ്ഞ ബാലകൃഷ്ണൻ എന്നയാളോടും കുന്നമംഗലം ഏരിയ സെക്രട്ടറി വിരട്ടിയത് ബാലകൃഷ്ണ അടിച്ച് കണ്ണ് പൊട്ടിക്കുമെന്നാണ്. എന്താണ് പ്രമോദിനെതിരെ പരസ്യമായ ഒരു വാക്ക് പറയാൻ റിയാസിനടക്കം മുട്ടുപുറ ശ്രീ ഹസ്കർ? അങ്ങനെയല്ലേ, പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് പലരും നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിക്കുള്ളിലും പുറത്തും
ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് ആർജവത്തോടെ ആളുകൾ തയ്യാറാകുന്നു. അതാണല്ലോ നിങ്ങൾ പലപ്പോഴും മാധ്യമ ചർച്ചകൾക്ക് വിധേയമാക്കുന്ന പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം ഇരുമ്പു മറയ്ക്കുള്ളിലെ വിമർശനങ്ങളാണ്, നിങ്ങൾക്ക് ഊഹാപോഹങ്ങളാണ്, കെട്ടുകഥകളാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്തിപ്പോകുന്നതല്ല അതിൻ്റെ ശരി. മറിച്ച് ഇത്തരം സമീപനങ്ങളിൽ കേരളത്തിലെ പാർട്ടി സഖാക്കൾക്കിടയിൽ അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ പാർട്ടിയായിരുന്നു കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ, തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന നിലയിൽ സാധാരണ തൊഴിലാളികളുടെ പ്രതീക്ഷയും ആ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്ഥാനത്തായിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ എന്നതുകൊണ്ട് ഈ പാർട്ടി മൊത്തത്തിൽ നശിച്ചുപോയി എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ഇതിൽ പാർട്ടിയിൽ ചില പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ തെരഞ്ഞുപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി പാർട്ടി എടുക്കും. അത് എടുക്കണം എന്നു തന്നെയാണ് എൻ്റെ ഉറച്ച ബോധ്യം. അല്ലാത്ത പക്ഷം ഈ പാർട്ടിക്ക് ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല. ഇത് പല ആവർത്തി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി എങ്ങനെ ഇത് ശുദ്ധീകരിക്കും? ഈ ബ്രാഞ്ച് തലം മുതൽ ഇത് പരിശോധിക്കപ്പെടണം. പ്രമാണവും തത്വം നമുക്ക് പറയാം. ഇതുപോലൊരു ചർച്ചയിൽ സി പി എം ആളെ വിട്ടില്ല. ഏത് കാലത്താണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ വീട്ടിൽ കയറ്റി ദുരൂഹമായ ചർച്ച, എന്തോ ഒരു ദുരൂഹ ഡീൽ നടത്തിയ ആ വിഷയത്തിൽ സി പി എം ആളെ വിടുന്നുണ്ടായിരുന്നില്ല? ഇതുപോലെ അന്നൊരു ചർച്ചയിൽ അങ്ങ് ഇതുപോലെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങ് ഒരു രാത്രി ഇതുപോലെ പറഞ്ഞു ഇ പി ജയരാജന്റെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അങ്ങയുടെ പ്രതീക്ഷ എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ചുക്ക് സംഭവിച്ചോ? ഒന്നും ഉണ്ടായില്ല. ശ്രീ ഹസ്കർ, ഇതിപ്പോൾ പേരിന് പുറത്താക്കൽ എഴുതി വെച്ചോ, 6 മാസത്തിനകം ഈ കോട്ടുകളി പാർട്ടിയിലേക്ക് മടങ്ങി വരും. സംശയമുണ്ടോ? 6 മാസത്തിനകം കോട്ടുകളി സി പി എമ്മിലേക്ക് മടങ്ങി വരും. അങ്ങനെയൊന്നും ഈ പാർട്ടിയിലേക്ക് ആർക്കും ഓടുപൊളിച്ചിറങ്ങി വരാൻ കഴിയുന്ന സാധനമൊന്നുമല്ലല്ലോ. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തി എന്ന് പാർട്ടിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ താക്കീത് ചെയ്യുക എന്നത് കുറഞ്ഞ ശിക്ഷ നൽകിയാണ് സാധാരണഗതിയിൽ പാർട്ടി നടപടിയെടുക്കാറുള്ളത്. ഇത് കടുത്ത നടപടിയിലേക്ക്, പുറത്താക്കൽ നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അനിതര സാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അത് വൈകി ഉദിച്ച വിവേകം കൂടിയാണ്. അനിതര സാധാരണമായ സംഭവം എന്ന് മാത്രം ആർക്കും അറിയില്ല. പാർട്ടി ലോകത്തിന് മൊത്തം അറിയാം കേട്ടോ. അനിതര സാധാരണമായ കാരണം എന്താണെന്ന് ലോകത്തിന് മൊത്തം അറിയാം. പക്ഷെ പാർട്ടി അത് പുറത്തു പറയില്ല. പാർട്ടിക്ക് അതെന്തോ റിയൽ എസ്റ്റേറ്റ് ബന്ധമാണ്.